എൻ്റെ അടുത്തൊരു പി ആർ പറഞ്ഞേ, ചേട്ടൻ ഇങ്ങനെ ഒരു ടീം ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്, 1,00,000 രൂപ എന്നാൽ മതി, ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ പി ആർ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും മിമിക്രി കളിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഒരു പി ആറും ഇല്ലാണ്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ആ പി ആറിന് കൊടുക്കുന്ന കാശ് നമ്മൾ അതിന് അർഹതപ്പെട്ട പാവങ്ങളുണ്ടാവും. അത് ഇരു ചെവിയോ ഇരു കയ്യോ ഇരു കണ്ണോ അറിയാതെ നമ്മൾ ചെയ്താൽ ആ അനുഗ്രഹമാണ് എന്നെ ഇവിടെ ഇരുത്തുന്നത്. ഒരു കലാരം നശിച്ചു കാണാൻ ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ. അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതൊരു തിരിച്ചറിവാണ്, നമ്മുടെ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ എന്ത് വീഴ്ച വരുമ്പോഴും നമുക്ക് കുറേ സത്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സമയം തരുന്നുള്ളത്. ഒരു ഉപകാരമില്ലാത്ത കുറേ വിഷജന്തുക്കളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആവൂസവും. അപ്പോൾ വിഷജന്തുക്കൾ അങ്ങനെ തന്നെ വിഷം കുടിച്ച് തന്നെ ചാവും, അങ്ങനെ ആവും. മറ്റത് ഇപ്പോൾ പറഞ്ഞില്ല, അങ്ങോട്ട് ആക്രമിച്ചാൽ ആക്രമിക്കുള്ളൂ. അപ്പോൾ എല്ലാം ഉണ്ട് ഈ ലോകത്ത്. അത് തിരിച്ചറിയാൻ പറ്റുന്നൊരു സമയം നമ്മുടെ ഈ വീഴ്ചകളിലാണ്. ഒരു കാവൽമാലാകെ ഉണ്ടാവാറുണ്ട് എന്നെ രക്ഷിക്കാൻ. ഇതെല്ലാം മാറി തെളിഞ്ഞു വരും. അവസാനം വിജയം നന്മയ്ക്കും സത്യത്തിനായിരിക്കും. അതെന്നെ അറിയാവുന്നവർക്ക് അറിയാം, പക്ഷെ സാധാരണ ചിലർക്ക് മനസ്സിലാവില്ലായിരിക്കും. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. നല്ലൊരു മികച്ചൊരു കലാകാരൻ ഒരിക്കലും ഒരു മതപരമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാത്തൊരു വ്യക്തിയെ പെട്ടെന്നൊരു കടന്നാക്രമിക്കുന്ന വിവാദം ഇതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഓണം മാത്രം ഫൺ. ഇതാണ് ഫണ്ണല്ലേ? അനക്കാൻ പാടില്ല. ആക്ഷൻ കൊണ്ട് മാത്രം, അതായത് എന്താ ഈ മമ്മൂട്ടി മോഹൻലാൽ അങ്ങനെയുള്ളവരൊന്നും വേണ്ട. അങ്ങനെയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. മമ്മൂട്ടി മോഹൻലാലും കാണിച്ചാൽ അവർക്ക് മനസ്സിലാവില്ല. ഞാൻ സിനിമാ ഡയലോഗുകൾ അല്ലാതെ സാധാരണ സംസാരിക്കുന്ന രീതിയിൽ പ്രശസ്തരായ വ്യക്തികളുടെ ശബ്ദം അനുകരിക്കുന്നു. അതാരാണെന്ന് ചേച്ചി കണ്ടുപിടിക്കും. മമ്മൂട്ടി മോഹൻലാലിനെ കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി ഓർ നരേന്ദ്രമോദി? ആ രീതിയിൽ ഞാൻ മോദിജി നമുക്ക് ഒരു അഭിമാനമാണ്, പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഫോളോവറാണ്. ഹലോ, ഹായ്, നമസ്കാരം. ഇറ്റ്സ് മീ ഷിബിൻ കാൻസൺ ബറുവ. വെൽക്കം ബാക്ക് ടു അവർ അനദർ എപ്പിസോഡ് ഓഫ് ഗാലറി വിഷൻ മീഡിയ. ഒരുപാട് വിവാദങ്ങളിൽ ഈ വർഷം നായകനായ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇനി അതിനൊന്നും ഇവിടെ സ്ഥാനമില്ല. ടൺ കണക്കിന് ഫണ്ടുമായി, നല്ല ഓണം മൂടുമായി രണ്ടുപേരാണ് ഇന്ന് എന്നോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ടിനി ടോമും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പ്രിയതമ, അല്ലേ, പേരെന്തായിരുന്നു? രൂപ ചേച്ചിയുമാണ്. രണ്ടുപേർക്കും സുസ്വാഗതം. എങ്ങനെയുണ്ട് ഇൻട്രൊഡക്ഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യം പറഞ്ഞ ബറുവ, മനസ്സിലായില്ല. അതായത് ഈ ഷെബിൻ കാൻസൺ ബറുവ. ഈ ബറുവ എന്ന് പറഞ്ഞാൽ എന്നെ ഈ കോളേജിലൊക്കെ നമ്മളൊരു ഭയങ്കര ഒരു ധീരനായകനായിരുന്നു. അപ്പോൾ എന്നെ ബറുവ എന്നാണ് വിളിക്കുന്നത്. അത് പണ്ടൊരു ചെസ്സ് കളിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ചെസ്സിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ബറുവ എന്നായിരുന്നു അയാളുടെ പേര്. എൻ്റെ അച്ഛൻ ഭയങ്കര ചെസ്സ് കളിക്കാരനായിരുന്നു. അപ്പോൾ അങ്ങനെ അച്ഛൻ ആ പേര് വന്നു. അതിനുശേഷം അച്ഛനിലൂടെ എനിക്ക് പേര് വന്നു. എൻ്റെ ഒരു മൂത്ത ചേട്ടന് പേര് വന്നു. അങ്ങനെ അത് ബറുവ എന്ന് പറഞ്ഞാൽ നാട്ടിലറിയത്തുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ നാട് എവിടെയാണ്? ഈരാറ്റുപേട്ട, കോട്ടയം. ബറുവ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ്? ഞാൻ തന്നെ എന്നെ വിമൽകുമാർ എന്ന് വിളിക്കുന്ന പോലല്ല, എന്നെ ബറുവ എന്ന് നാട്ടുകാരാണ് വിളിച്ചത്. കടുവാന്നായിരുന്നു അതല്ലത്. ഷെബിൻ കടുവ. ഈ കാൻസൺ എന്ന് പറയുന്ന കാമാരാ ഞങ്ങൾ. ഈ സൽമാൻ ഖാനും ഷാരൂഖ് ഖാനും ആരാന്ന് ചോദിക്കരുത്, ആ ക്ലീശ ചോദിക്കരുത്. പക്ഷേ ഖാൻമാരാ. അവിടുത്തെ അത്യാവശ്യം ഒരു റെപ്യൂട്ടഡ് ഫാമിലിയാണ് ഖാൻമാരെന്ന് പറയുന്നത്. അപ്പോൾ ഖാൻ്റെ മക്കൾ. അങ്ങനെ നമുക്ക് ഈ ഫ്രൂട്ട്സിൻ്റെ ഹോൾസെയിൽ റീറ്റെയിൽ വ്യാപാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് കാൻസൺ ഫ്രൂട്ട്സ് ആൻഡ് ഹോൾസെയിൽ റീറ്റെയിൽ എന്നായിരുന്നു പേര്. ഒരു 10-25 വർഷമായിട്ട് അത്താടെ അച്ഛൻ്റെ അച്ഛനൊക്കെ ആയിട്ട് ചെയ്തു വരുന്നതാണ്. ഞാനാണ് ഇന്റർവ്യൂ? അല്ല, നിന്നെ ഞാൻ ഇന്റർവ്യൂ ചെയ്യണോ? എനിക്ക് സംശയമുണ്ട് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അതിൽ നിന്നൊക്കെ എൻ്റെ പേരൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. ചിനിച്ചേട്ടാ, എങ്ങനെയുണ്ട് ഈ വർഷം? അത്രയങ്ങ് അല്ലേ, അത്രയ്ക്ക് അങ്ങ് സുഖകരമല്ലായിരുന്നു. നമുക്കത് എത്ര സുഖകരമല്ലെങ്കിലും എനിക്ക് അതിന് ശേഷം നല്ലൊരു സുഖം കിട്ടാറുണ്ട്. ഏതൊരു വീഴ്ചയ്ക്കും നല്ലൊരു ഉയർച്ച കിട്ടാറുണ്ട്. അതെല്ലാ വർഷവും ഉണ്ടാവാറുള്ളതാണ്. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ എപ്പോഴും നമുക്ക്
ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ സ്പിരിച്വാലിറ്റിയിലേക്ക് യഥാർത്ഥ സുഹൃത്തുക്കളെ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ഒരു വീഴ്ച വരുമ്പോഴാണ് താങ്ങി നിർത്താൻ ഒരുത്തനുണ്ടോ എന്നറിയുന്നത്. വീട്ടുകാർ മാത്രം ഉണ്ടാവുള്ളൂ. പിന്നെ പുതിയ കുറച്ച് ആൾക്കാർ വരും. അവർ നമ്മളെ സ്നേഹിച്ചിരുന്നെന്ന് അപ്പോഴാണ് അറിയുന്നത്. മറ്റുള്ളവരെന്താണെന്ന് അറിയട്ടെ, അതൊരു ആഘോഷമാക്കി എടുക്കും. ഒരു കലാരം നശിച്ച് കാണാൻ ആഗ്രഹമുള്ള കുറച്ച് പേരുണ്ട്, കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ. അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതൊരു തിരിച്ചറിവാണ്, നമ്മുടെ ട്രാൻസ്ഫോർമേഷനാണ്. അപ്പോൾ എന്ത് വീഴ്ച വരുമ്പോഴും നമുക്ക് കുറേ സത്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു സമയം ദൈവം തരും എന്നുള്ളത്. പക്ഷെ നമ്മൾ വീഴാറില്ല. അല്ല, കുറേ പൊയ്മുഖങ്ങളെ തിരിച്ചറിയാൻ പറ്റും അല്ലേ? നമ്മുടെ ഒപ്പം ചേർന്ന് നിന്നിട്ട് നമ്മളെ പുറകിൽ നിന്ന് കുത്തുന്ന ചില പൊയ്മുഖങ്ങളെ മനസ്സിലാക്കാനുള്ളൊരു ഒരു പാഠമായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളേക്ക് എടുക്കാം. അല്ല, കുരിശെപ്പോഴും നല്ലതാണ്. എന്താണെന്ന് കേട്ടോ, ഉയർത്തെഴുന്നേക്കാൻ നല്ലത് കുരിശാണ്. അപ്പം നമ്മൾ വീണ്ടും ഉയർത്തെഴുന്നേക്കും. ഞാനിപ്പോഴും അങ്ങനെയാണ്. ഒരു കുരിശ് വന്നു കഴിയുമ്പോൾ അതിൻ്റെ ഇരട്ടിയായിട്ട് ഉയർത്തെഴുന്നേക്കാറുണ്ട്. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലമാണ് ഓണം. എനിക്ക് പലരും ചവിട്ടിത്താത്താൻ നോക്കിയാലും നമ്മൾ പൊങ്ങി വരും. അല്ല, നമ്മൾ സ്വയം ചിന്തിക്കണ്ടേ അല്ലേ? നമ്മൾ വീഴണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം അല്ലേ? നമ്മൾ മാനസികമായി തളരണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊരു സാഹചര്യമൊക്കെ വരുന്നത് നമ്മുടെ തന്നെ തോന്നലുകളിൽ നിന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ഏതെങ്കിലും ഒരു ദൈവത്തിനല്ലാതെ വേറെ ആർക്കെങ്കിലും നമ്മളെ തോപ്പിക്കാൻ പറ്റില്ല. പിന്നെ നീ വിചാരിക്കണം നിനക്ക് നശിക്കണോ? അപ്പം മാവേലി തന്നെ അങ്ങനെയല്ലേ, ചവിട്ടിത്താത്ത നോക്കിയിട്ട് എല്ലാ വർഷവും പിന്നെയും വരും. അതെ, സെലിബ്രേറ്റ് ചെയ്തിട്ടല്ലേ പോലെ. ഹീറോ അല്ല അത്. ആ 10 ദിവസം പുള്ളിക്ക് രാജയോഗമല്ലേ. രാജാവാണ്. അതെ 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 അതെ. അപ്പോൾ ചേച്ചി, സ്വാഭാവികമായിട്ടും ചിനിച്ചേട്ടൻ ഈ അടുത്തൊക്കെ ആയിട്ട് കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ടുപോയി. ആ വിവാദങ്ങളൊക്കെ നമുക്ക് മാറ്റി. നമുക്ക് വിവാദങ്ങളൊന്നും വേണ്ട. ഇത് നമ്മൾ ടൺ കണക്കിന് ഫണ്ണായിട്ടാണ്. വിവാദം വേണോ? നീ തന്നെ പറഞ്ഞെടുത്തിടുന്നത്. നീ തന്നെ ഈ കനലിലേക്ക് ഇടുന്നത്. വേണ്ട, നമുക്ക് വിവാദങ്ങൾ വേണ്ട. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, സ്വാഭാവികമായിട്ടും അത്തരത്തിലൊക്കെ ഒരു പ്രതിസന്ധി വരുമ്പോൾ ഒരു ഭാര്യ ഒരു ഭർത്താവിന് എപ്പോഴും ഒരു പറയേണ്ടത് ഒരു സപ്പോർട്ടായിട്ട്. കാരണം ഒരു പുരുഷൻ്റെ വിജയത്തിൽ ക്ലീശ ഒരു സാധനമുണ്ട്. ഒരു പുരുഷൻ്റെ വിജയത്തിൽ സ്ത്രീക്ക് വളരെ വലിയ പങ്കുണ്ട്. അത് അമ്മയായിക്കോട്ടെ, പെങ്ങളായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ. അപ്പം ചേച്ചി ആ സമയത്ത് എത്രത്തോളം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? കാരണം അവള് നിത്യസംഭവമാണ് പരിപാടി. ഇടയ്ക്ക് എപ്പോഴും എയർലൈൻ തന്നെ ഇതിപ്പോ നമുക്ക് സ്ഥിരം സംഭവമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അങ്ങനെ താഴ്ന്നു പോകില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ട്. കാരണം തെറ്റ് ചെയ്തവനല്ലേ ശിക്ഷിക്കപ്പെടുള്ളൂ. ആ ഒരു ഉറപ്പുള്ള കാരണം ഫുൾ സപ്പോർട്ട് തന്നെയായിരുന്നു. അല്ല, ആ സമയത്തൊക്കെ ചേച്ചി വല്ല ഉപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ? ഉപദേശങ്ങൾ കൊടുക്കും. കാരണം നമ്മൾ പറയണൊന്നും അവർക്ക് മനസ്സിലാക്കാൻ സ്വയം അതിൽ ചെന്ന് പെടുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഓരോരുത്തരും മനസ്സിലാവുള്ളൂ. അത് ആരും ഉപദേശിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. അപ്പൊ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവങ്ങൾ കിട്ടുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ അവരവർ മനസ്സിലാക്കുള്ളൂ. അപ്പൊ അത് സ്വയം മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ്. ശിവനെ, നമ്മുടെ ഭൂമിയിൽ നല്ല നല്ല മൃഗങ്ങളുണ്ട് അല്ലേ? എന്തൊരു സുന്ദരമായിട്ടുള്ള, അതായത് മാനുണ്ട്, സിംഹവും പുലിയൊക്കെ കുഴപ്പമില്ല. അങ്ങോട്ട് ആക്രമിച്ചാൽ തിരിച്ചാക്രമിക്കും. എന്നാൽ ഇവിടെ തത്തകളും സർപ്പവും ഒരു ഉപകാരവും ഇല്ലാത്ത കുറെ വിഷജന്തുക്കളുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് വിഷജന്തുക്കൾ അങ്ങനെ തന്നെ വിഷം കുടിച്ച് തന്നെ ചാവും. അങ്ങനെയാവും. മറ്റത് ഇപ്പൊ പറഞ്ഞില്ല, അങ്ങോട്ട് ആക്രമിച്ചാൽ ആക്രമിക്കുള്ളൂ. അപ്പൊ എല്ലാം ഉണ്ട് ഈ ലോകത്ത്. അത് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സമയം നമ്മുടെ ഈ വീഴ്ചകളിലാണ് മനസ്സിലാക്കുക. അല്ല, വീഴ്ച എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല അല്ലേ? ടിനിച്ചേട്ടൻ അല്ല, ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് ടിനിച്ചേട്ടനെ അതിൻ്റെ അകത്ത് ആക്രമിക്കാൻ ശ്രമിച്ചത് ഒരു വർഗീയവാദി എന്ന രീതിയിലേക്ക് ആക്രമിക്കാനുള്ള ശ്രമത്തിൽ എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന ഒരു വളരെ വേണ്ടപ്പെട്ട കറുപ്പിലുള്ള സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്, ടിനിച്ചേട്ടനൊക്കെ അങ്ങനെ പറയുന്നോട്ട് അടിക്കണമെന്നാണ് പറയുന്നത്. കാരണം അത്രയും ആത്മാർത്ഥമായിട്ട് മുസ്ലിം സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ഞാനൊരു ഇസ്ലാം മത വിശ്വാസിയാണ്. അപ്പോൾ ഞാൻ സംസാരിച്ചാലും ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. എനിക്ക് പേര് പറയുന്നില്ല ഞാനിവിടെ. ടിനിച്ചേട്ടൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ പറയുന്നവൻ്റെ മോന്തക്കിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതായത് ടിനിച്ചേട്ടൻ അങ്ങനെയാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. അതായത് മതപരമായിട്ട് എന്തോ പറഞ്ഞു എന്ന രീതിയിൽ. എന്താണ് നമുക്ക് കലയിൽ അല്ലെങ്കിൽ സ്പോർട്സിൽ അങ്ങനെ അത് ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇന്ന മതത്തിൽപ്പെട്ട ഒരു 3 പേര് വേണം. സിനിമയിൽ അങ്ങനെ വെക്കൂ. അതെ 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 അതെ. അപ്പൊ അത്രയും ഫുട്ബോൾ ടീം ഉണ്ടാക്കുമ്പോൾ 4 പേര് ഇന്ന മതത്തിലുള്ളവർ വേണം കേട്ടോ, 4 പേര് ക്രിസ്ത്യാനികൾ വേണം, 4 പേര് ഹിന്ദു, അങ്ങനെ പറയാൻ പറ്റും. അതെ 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 അതെ. അവിടെ പ്രത്യേകിച്ച് ഞാനൊക്കെ എന്ന് പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇതാണ് നമുക്കൊരു ഇത് വന്നാലും ഒരു കാവൽമാലാകെ ഉണ്ടാവാറുണ്ട് എന്നെ രക്ഷിക്കാൻ. ഇതെല്ലാം മാറി തെളിഞ്ഞു വരും. അവസാനം വിജയം നന്മയ്ക്കും സത്യത്തിനായിരിക്കും. അതെന്നെ അറിയാവുന്നവർക്ക് അറിയാം. പക്ഷെ സാധാരണ ചിലർക്ക് മനസ്സിലാവില്ലായിരിക്കും. അല്ല, അതെന്താ സോഷ്യൽ മീഡിയ ബലമാണ് അത്. കാരണം ഉൾട്ടയാക്കാൻ പറ്റും, നേരെ തിരിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെ ആയിരിക്കണമെന്നില്ല നേരെ സോഷ്യൽ മീഡിയയിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരു സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് പൂർണ്ണമായിട്ട് ബ്രേക്ക് എടുത്തു. നമ്മുടെ ശത്രുക്കളുടെ വീഴ്ച നമ്മുടെ മുമ്പിൽ കാണാൻ പറ്റും. പക്ഷെ അതിൽ ആഘോഷിക്കരുതെന്ന് പറയണത്. നമ്മൾ ചെയ്യേണ്ടത് പ്രകൃതി ചെയ്തോളൂ.
അല്ലെങ്കിൽ നമ്മൾ എല്ലാം കണ്ടിട്ടില്ലേ, കർമ്മ എന്ന് പറഞ്ഞൊരു കാര്യം നമ്മുടെ മുന്നിൽ തന്നെ കാണാൻ പറ്റും. തിരിച്ചു വരും, തിരിച്ചടിക്കും. അത് തുടങ്ങുമ്പോഴും അത് എൻ്റെ പ്രവർത്തനം കാണുമ്പോഴും ഒക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ നമ്മളത് മനസ്സിലായെന്ന് കാണിക്കേണ്ട ആവശ്യമില്ല, അത് ജനങ്ങൾ മനസ്സിലാക്കിയുള്ളൂ. അത്രേ ഉള്ളൂ അതിൻ്റെ അകത്ത്. അല്ലാതെ അതിൻ്റെ അകത്ത് കൂടുതൽ നമ്മൾ പക്ഷേ എനിക്ക് തോന്നിയിട്ടൊരു കാര്യം, സോഷ്യൽ മീഡിയയിൽ ടിനിച്ചേട്ടനെ കോർണർ ചെയ്യാനുള്ളൊരു ശ്രമം, അല്ല സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നതാണ്, അല്ല അങ്ങനെ പറഞ്ഞല്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. എൻ്റെ അടുത്തൊരു PR പറഞ്ഞേ, ചേട്ടനിങ്ങനെ ഒരു ടീം ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്, 1 ലക്ഷം രൂപ എന്നാൽ മതി, ഞാൻ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ പറ്റുമത് വേണ്ട, ഒരാളെ ഉത്തുംഗ ശൃംഗത്തിൽ എത്തിക്കാനും ഒരാളെ പടുകുഴിയിലോട്ട് എത്തിക്കാനും ഇന്ന് PR-നെ കൊണ്ട് പറ്റും. ശിവനെ ഞാൻ PR ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അമ്പലപ്പറമ്പുകളിലും പള്ളിപ്പറമ്പുകളിലും മിമിക്രി കളിച്ചിട്ടാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ഒരു PR-ഉം ഇല്ലാണ്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. ആ PR-ന് കൊടുക്കുന്ന കാശ് നമ്മൾ അതിന് അർഹതപ്പെട്ട പാവങ്ങളുണ്ടാവും. അത് ഇരു ചെവിയോ ഇരു കയ്യോ ഇരു കണ്ണോ അറിയാതെ നമ്മൾ ചെയ്താൽ ആ അനുഗ്രഹമാണ് എന്നെ ഇവിടെ ഇരുത്തുന്നത്. PR ഒന്നും വേണ്ട, ദൈവം ഉയർത്തിക്കോളും. അല്ലാതെ ഇവരെ കണ്ടിട്ടാണല്ലോ ഇത്ര നാൾ ജീവിച്ചത്. അവരൊന്നുമല്ലല്ലോ, PR ഒന്നും വേണ്ട, എനിക്ക് PR ഒന്നും വേണ്ട. ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. നല്ലൊരു മികച്ചൊരു കലാകാരൻ ഒരിക്കലും ഒരു മതപരമായിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാത്തൊരു വ്യക്തിയെ പെട്ടെന്നൊരു കടന്നാക്രമിക്കുന്ന വിവാദോ ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഓണം മാത്രം ഇതാണ് ഫണ്ണല്ലേ. നമുക്കിനി ഇതൊന്നും അല്ല, ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ടും അല്ല, എൻ്റെ ഒരു യാഥാർത്ഥ്യം പറയാം. ടിനിച്ചേട്ടൻ എനിക്കൊക്കെ ഭയങ്കര ഞങ്ങൾക്ക് എൻ്റെയൊക്കെ ചെറുപ്പമായിരുന്നോട്ട് അല്ല സിനിമയിലല്ല ആ സമയത്ത് ഉണ്ടപ്പക്രവും പക്രുച്ചേട്ടനും ടിനിച്ചേട്ടനുള്ള പ്രോഗ്രാമൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു, നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്യുന്ന സാഹചര്യത്തിൽ ടിനിച്ചേട്ടനെതിരെ കുറേ നെഗറ്റീവ് വരുമ്പം സ്വാഭാവികമായിട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്. അപ്പോൾ എൻ്റെ നിലപാട് അതിൻ്റെ അടുത്ത് പറഞ്ഞു പോകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിശദീകരണം കൊടുത്തത്. കാരണം ടിനിച്ചേട്ടൻ അങ്ങനത്തെ ഒരു വ്യക്തിത്വം അല്ല എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് വ്യക്തിപരമായിട്ട് അറിയാവുന്നതല്ല, ടിനിച്ചേട്ടൻ വർഷങ്ങളായിട്ട് വ്യക്തിപരമായിട്ട് അറിയാവുന്നവർ പറഞ്ഞ് എനിക്കറിയാവുന്നതുകൊണ്ടാണ്. അല്ല അവർ പറയണം ഇച്ചിരി വിഷയക്കാരനാണ് അങ്ങനെ ഒരു അല്ല, അങ്ങനെ അവർ അവരെന്നോട് പറഞ്ഞത് ഒരാൾ ഉപദ്രവിച്ചിട്ടില്ല, അതാണ് എൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്. മനഃപൂർവ്വം ഒരാളെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യാൻ പോകും, അതാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനത്തെ അല്ലേ ആവശ്യമില്ലാതെ എന്നെ ഉപദ്രവിച്ചേക്കുന്ന ആൾക്കാരില്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതറിയാലോ, കൃത്യമായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളവരെ അവരാണ് പണി തരുന്നത്. അതല്ല, അറിയാവുന്ന പോലീസ് 2 അടി കൂടി ഇടിക്കും എന്ന് പറയുന്നത് ഇതാ അല്ലേ? അല്ല, അത് നല്ല ഡയലോഗല്ല. അറിയാവുന്ന പോലീസ് 2 അടി കൂടി ഇടിക്കും, അങ്ങനെയാ അറിയാവുന്ന പോലീസ് 2 അടി കൂടി ഇടിക്കും എന്ന് പറയുന്നത്. അതാണെന്ന് തോന്നുന്നു ചേട്ടൻ. നമുക്കിനി അതൊന്നും വേണ്ട, നമുക്ക് ഒരു ഫൺ സെഗ്മെന്റ്സ്, ഒരു 4 സെഗ്മെന്റ്സ് ഉണ്ട്. അത് നിങ്ങളുടെ ബോണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു രസകരമായിട്ടുള്ള നിമിഷങ്ങളായിരിക്കും. നമുക്ക് ആദ്യം നമ്മൾ തുടങ്ങുന്നത് പിക്കപ്പ് പണ്ണാണ്. പിക്കപ്പ് പൺ ഒരെണ്ണം തിരഞ്ഞെടുക്കാം, 2 പേർക്കും ഒരെണ്ണം തിരഞ്ഞെടുക്കാം. അതായത് 1, 2, 3, 4 കാര്യങ്ങൾ പറയാം, അതിൻ്റെ അകത്ത് ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. അത് തിരഞ്ഞെടുക്കണം കേട്ടോ, അതിൻ്റെ അകത്ത് നമ്മൾ നിലപാട് കാണിച്ചിരിക്കണം. 1 ചിനിച്ചേട്ടനോടാ, അച്ഛൻ, അമ്മ, ചേച്ചി. ആടെ തിരഞ്ഞെടുക്കും? പിക്കപ്പ് പൺ ഒരെണ്ണം തിരഞ്ഞെടുക്കാം, അച്ഛൻ, അമ്മ, ചേച്ചി. കൂടുതൽ ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ എന്താ കൂടുതൽ ഇഷ്ടോ? എന്തും ആയിക്കോട്ടെ. ചേച്ചിയല്ല, എനിക്ക് അനിയത്തിയുള്ളത്. ഈ ചേച്ചിനെ ഉദ്ദേശിച്ചത് രൂപ ചേച്ചി. ആദ്യം ഏത് തെരഞ്ഞെടുക്കുന്നു? ഒന്നുകൂടി ഞാൻ ചോദിക്കാം, അത് തന്നെ. അച്ഛൻ, അമ്മ, രൂപ ചേച്ചി. രൂപ, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, വിവാഹം കഴിച്ചു കഴിയുമ്പോ പിന്നെ ആദ്യം അത്രേ ഉള്ളൂ. അപ്പം ചേച്ചിയോട് അച്ഛൻ, അമ്മ, ചിനിച്ചേട്ടൻ. ഗിവ് ആൻഡ് ടേക്കും മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ളതാണ്. വീട്ടിൽ പോകുമ്പോ ജഗദീഷ് ശ്രീകുമാർ ഓർ ഇന്നസെന്റ്? അതൊക്കെ നമുക്ക് ഒരിക്കലും അല്ലല്ല, എന്നാലും ഒരെണ്ണം എല്ലാവർക്കും ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. കണ്ണാണോ മൂക്കാണോ ആവശ്യം എന്ന് ചോദിക്കുന്ന പോലെയാണത്. എന്നാലും പറയണം, ജഗദീഷ് ശ്രീകുമാർ ഓർ ഇന്നസെന്റ്? എനിക്ക് കൂടുതൽ എളുപ്പം ഇന്നസെന്റ് ആയിട്ടാണ്, അതുകൊണ്ട് ഇന്നസെന്റ്. ചേച്ചിക്ക് ജഗദീഷ് ശ്രീകുമാർ ഓർ ഇന്നസെന്റ്? ഹരിശ്രീ അശോകൻ ഓർ സലീം കുമാർ? ഇത് നീ ഭയങ്കര പ്രഷർ ഉണ്ടാക്കണത്. ആ ബന്ധങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ സലീപ്പം തന്നെ. മണിക്കുട്ടൻ ശോഭന ചേച്ചി ഓർ ഉർവശി? ഉർവശി ചേച്ചി. ചിത്ര ചേച്ചി ഓർ സുജാ ചേച്ചി? ചിത്ര ചേച്ചി. ചിത്ര ചേച്ചി. ഇതെല്ലാം ഇതിന് മറ്റേ പോലെ ഇത് അവർക്ക് വിഷമമില്ല, അപ്പൊ അവരെ ചൂസ് ചെയ്യാൻ. അങ്ങനെ ഇതിന് വിഷമം എന്തിനാ? അത് നമ്മൾ ഓരോരുത്തർ പേഴ്സണൽ ഫേവറേറ്റ്സുകളല്ലേ, അങ്ങനെയൊന്നുമില്ല. കുറ്റമല്ലല്ലോ നമ്മൾ പറയുന്നത്. അതായത് ഉള്ളതിൽ നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ള ആരാന്നുള്ളല്ലേ ഉള്ളൂ. ദാസേട്ടൻ ഓർ ജയേട്ടൻ ഓർ MG ശ്രീകുമാർ? മൈക്കിൾ ജാക്സൺ. അതല്ല, ഏതിലും പറയണം, ഏതിലും ഓർമ്മ.
കൂടുതൽ കേൾക്കുന്ന ഞാൻ പാട്ടാണ്. ബന്ധങ്ങളാണ് കൂടുതൽ ഞാൻ നോക്കണത്. അപ്പൊ MG ആണ്. എനിക്ക് ആരായിട്ടും ബന്ധമില്ല. അല്ല കൂടുതൽ ഇഷ്ടമുള്ള MG സുരേന്ദ്രന്റെ ഭാര്യ എന്ന് പറയാം. അല്ല എങ്കിൽ പോലും ദാസേട്ടൻ, ജയേട്ടൻ, MG സുകുമാർ എന്ന് പറഞ്ഞാൽ കൂടുതൽ കേൾക്കുന്ന പാട്ടല്ല. ജയേട്ടനെ ജയചന്ദ്രൻ, P. ജയചന്ദ്രൻ. യേശുദാസ്. യേശുദാസ്. കൊച്ചി ഓർ കാലിക്കറ്റ് ഓർ ട്രിവാൻഡ്രം? കൊച്ചി. കൊച്ചി കൊച്ചി. രാഹുൽ ഗാന്ധി ഓർ നരേന്ദ്രമോദി? ആ, എന്നാൽ അല്ല അതൊക്കെ പറയാം, നമുക്ക് പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാവല്ലോ. നീ രാഹുൽ ഗാന്ധിയാണോ? അന്ന് ഞാൻ നരേന്ദ്രമോദി. അപ്പൊ പിന്നെ പ്രശ്നം തരും. അതെ, ഒരു കുടുംബത്തിൽ രണ്ടുപേർക്ക് അല്ല കോൺഗ്രസ്സുകാരനായ ഞാനൊക്കെ ഒരു കോൺഗ്രസ് അനുഭാവിയാണ്. എനിക്ക് വിഷമമുണ്ട് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞില്ലെങ്കിൽ കേട്ടോ. അല്ല, എന്താന്ന് പറഞ്ഞാൽ ഒരു ഭരണാധികാരി എന്ന നിലയിൽ എനിക്ക് മോദിജിയോട്, കാരണം പല രാഷ്ട്രങ്ങളിൽ ചെല്ലുമ്പോഴും രാജ്യങ്ങളിൽ അവിടെയുള്ള മലയാളീസായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം ഇത്രയും കാലം പ്രൈം മിനിസ്റ്ററായിട്ട് നിന്നാണ്. ഈ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ മൂലം ഒരുപാട് മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഡയറക്ടർ. ഇപ്പോൾ UK ഇവിടെയൊക്കെ പോകും. ആ രീതിയിൽ ഞാൻ മോദിജി നമുക്ക് ഒരു അഭിമാനമാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഫോളോവറാണ്. കോൺഗ്രസ്സുകാരനായിരുന്നല്ലോ, അപ്പൊ ആണ് അതുകൊണ്ട് ഇപ്പോഴും കോൺഗ്രസ്സുകാരൻ തന്നെയാ അല്ലേ? കോൺഗ്രസ് കുടുംബമാണ്. പക്ഷേ ഈ ആ ഒരു പ്രസ്ഥാനം ചെയ്യുന്ന കാര്യം മാത്രം നല്ലതാണെന്ന് പറയുന്ന അന്ധവിശ്വാസമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും എനിക്ക് അടുത്ത സുഹൃത്തുക്കൾ. അപ്പൊ ചില കാര്യങ്ങൾ ഇപ്പോൾ വിയോജിപ്പ് പറയണം അല്ലേ? ഞാനത് പറയാം. DYFIയുടെ പൊതിച്ചോറിനെ ഞാൻ വളരെയധികം പ്രശംസിക്കുകയാണ്. ഞാനത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണ്ട, രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്. പൊതിച്ചോറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു വിനീഷ് കാരക്കാട് എന്ന് പറഞ്ഞൊരു പയ്യൻ, അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ചേട്ടാ എൻ്റെ ഒരു ചേട്ടൻ ഹോസ്പിറ്റലിൽ കിടക്കാണ്, പുള്ളിക്കാരൻ്റെ ഭാര്യ കൂടെയുണ്ട്, അപ്പം ഭക്ഷണത്തിന് വകയില്ല, ഒരു നേരമെങ്കിലും ഭക്ഷണം കിട്ടും. അമൃത ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഒരു നേരമെങ്കിലും. അപ്പം ഞാൻ ഉടനെ തന്നെ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, നമുക്കെല്ലാം ഞാൻ പറഞ്ഞു പ്രസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട്, എടപ്പള്ളിയിലുള്ള ആദർശ് എന്ന് പറഞ്ഞ DYFI പ്രവർത്തകൻ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു നേരം നിനക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞ് ആ ചേട്ടാ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നീട് എന്നെ വിളിക്കുന്നത് ആദർശല്ല, ഈ വിജീഷ് കാരക്കാരോട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇന്ന് 100ാമത്തെ ദിവസം ഉണ്ടോ അവർ ചോറ്? ഞങ്ങൾ 100 ദിവസം തന്നുകൊണ്ടിരുന്ന, ഉച്ചക്ക് മാത്രമല്ല വൈകിട്ടും 2 പൊതിച്ചോറ് വെച്ച് തന്നുകൊണ്ടിരുന്നത്. അത് ഏത് പ്രസ്ഥാനം? പിന്നെ ഭക്ഷണം അന്നം കൊടുക്കാന്ന് പറയുന്ന അത്രയും വലിയ സൽക്കർമ്മ വേറെ ഒന്നും. അത് എനിക്കൊരിക്കലും തള്ളി പറയാൻ പറ്റില്ല. അത് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. അല്ല, ഞാനൊരു കോൺഗ്രസ് അനുഭാവിയാണ്. ഞാൻ അതിന് അത്തരത്തിൽ കെ മുരളീധരൻ പറഞ്ഞ അതിനോട് എനിക്കും വിയോജിപ്പൊന്നുമില്ല. അല്ല, അവർ വെച്ചോട്ടെ, ബാനർ വെച്ചതുകൊണ്ട് എന്തെങ്കിലും കൂടുതൽ സംഭവിക്കാമോ? ഒന്നും സംഭവിക്കാനില്ല. മനുഷ്യന് ഭക്ഷണം കൊടുക്കുക. അല്ല, അത് പറഞ്ഞു അത്രയും അത്യാവശ്യമുള്ള. അവന് മിനിയാന്ന് എനിക്ക് മെസ്സേജ് വിട്ടിട്ട് ചേട്ടൻ എന്നെ ഓർമ്മയുണ്ടാന്ന് ചോദിച്ചിട്ട് വിനീഷ് കാരക്കാട്. അതെനിക്കൊരിക്കലും മറക്കാം. എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഒരു പ്രസ്ഥാനം ചെയ്തതുകൊണ്ട് അത് മോശമാവില്ല. എൻ്റെ വിശ്വാസം വേറെ പ്രസ്ഥാനമാണെങ്കിൽ അത്രേ ഉള്ളൂ. പിന്നെ DYFIന് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനോ യുവമോർച്ചയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനോ DYFI ചെയ്യുന്നവരെ ഇതുപോലെ കൃത്യമായിട്ട് സംഘടന ചെയ്യാൻ പറ്റത്തില്ല. അല്ലേ പറ്റില്ലല്ലോ. അല്ല, യോജിക്കുന്നുണ്ടോ ചേട്ടൻ? അല്ല, ഞാൻ പറഞ്ഞു DYFI പോലെ ചെയ്യാൻ പറ്റത്തില്ല. അല്ല, അവർ ആര് നല്ലത് ചെയ്താലും ഞാനത് പറയുമെന്ന് പറഞ്ഞാണ്. അതിൽ നല്ല നേതാക്കാൻ പറ്റും, നല്ല മനുഷ്യരാവുക എന്നുള്ളതാണ്. നല്ല രാഷ്ട്രീയക്കാരനോ നല്ല സിനിമാക്കാരനോ അല്ല, നല്ല മനുഷ്യനാവുക എന്നുള്ളതിൻ്റെ ഈ ആദർശം എന്ന് പറയുന്നവൻ ഒരിക്കലും ഒരു പഞ്ചായത്ത് മെമ്പർ ആവില്ല. അവനൊരിക്കലും അവനതൊരു ആഗ്രഹമില്ല. അവൻ ചെയ്യുന്നതല്ലേ സോഷ്യൽ വർക്കറായിട്ട് നിന്നിട്ട് അവൻ DYFI പ്രവർത്തനമായതുകൊണ്ട് എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റും. ചേച്ചിക്ക് രാഹുൽ ഗാന്ധി ഓർ നരേന്ദ്രമോദി? രാഷ്ട്രീയമില്ല. അല്ല, എങ്കിലും കൂടുതൽ നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടമുള്ള എന്നുവെച്ചാൽ ഈ ഡിജിറ്റലൈസേഷൻ ഒക്കെ വരുത്തിയത് തന്നെ എനിക്ക് മോദിനോട് ഒരു റെസ്പെക്റ്റ് ഉണ്ട്. കാരണം ഒരുപാട് മാറ്റം കൊണ്ടുവന്ന്. VS ഓർ OC, അതായത് ഉമ്മൻചാണ്ടി ഓർ VS അച്യുതാനന്ദൻ? ഉമ്മൻചാണ്ടി സാർ. അതൊരു മുതലായിരുന്നല്ലേ. എനിക്ക് പേഴ്സണൽ കണക്ഷനുള്ള ആളായിരുന്നു. ഭയങ്കര വിഷമമാണ്. അല്ല, പുള്ളിനെ എന്തുമാത്രം ഉപദ്രവിച്ചു. പുള്ളിയുടെ സൈലൻസ് ആയിരുന്നു പുള്ളിയുടെ. അതെ, അതായിരുന്നു ഏറ്റവും വലിയ. അതിനൊക്കെ കണ്ട് പറയും ഇപ്പോഴും രോമാഞ്ചം വരും. അതുപോലെ ഒരു വേറെ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ അതുപോലെ? അല്ലേ, അതുപോലെ വേദനിച്ചൊരു മനസ്സുണ്ടാവും. വെറുതെ ക്രൂശിച്ചില്ലേ. എനിക്ക് പേഴ്സണലി പരിചയമില്ല. പക്ഷെ ഇവൾക്ക് രാഷ്ട്രീയം പിണറായി വിജയൻ ഓർ VD സതീശൻ ഓർ രാജീവ് ചന്ദ്രശേഖർ? അതെനിക്ക് വീഡിയോനല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ എല്ലാം കൊണ്ടും എൻ്റെ അടുത്തായിട്ടുള്ള ആളാണ്. ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള. ഈ പൂക്കി എന്ന് പറയുന്നതൊക്കെ എങ്ങനെ നോക്കി കാണുന്നത്? അല്ല, അതൊക്കെ ഞാൻ പറയണത് അത് നല്ല കാര്യമാണല്ലേ. അത് ജനങ്ങളുമായിട്ട് ചിരിക്കുക, അതൊക്കെ രസമല്ലേ. അത്
കൂടുതൽ ജനങ്ങളുമായിട്ട് അടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ആ അകന്നു പോകും തോറും, അതായത് എപ്പോഴാണോ നമ്മൾ സാധാരണ ജനത്തിൽ നിന്ന് അകലുന്നത് അന്ന് തീർന്നു. ആ, പിന്നെ അതല്ലേ ഇപ്പോൾ സംഭവിച്ചു, CPM സംഭവിച്ചു. അത് തന്നെയാണ് കൂട്ടിച്ചേർത്തന്നേ ഉള്ളൂ കേട്ടോ. CPM ഓർ കോൺഗ്രസ് ഓർ BJP? ഓഹ്, 3 പേരിൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട്. എന്നാലും ഒരാളെ പറയാൻ പറഞ്ഞാൽ എൻ്റെ തറവാട് എന്ന് പറഞ്ഞ് കോൺഗ്രസ്. ജയ് കോൺഗ്രസ് പറയാം. അങ്ങനെ ജയ് കോൺഗ്രസ്. തറവാട് കോൺഗ്രസിൻ്റെ ഇതൊരാൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അപ്പാപ്പൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, അപ്പം മണ്ഡലം പ്രസിഡന്റ് ആയിരുന്നു, ഞാനൊരു കേസ് അനുഭവിയായിരുന്നു. അതെ, പ്രവർത്തനായിരുന്നു. ആ, പിന്നെ എനിക്ക് അതല്ലേ പറയാൻ പറ്റും. ഒരു പിടുത്തില്ല, അതൊക്കെ അറിയില്ല കേട്ടോ. ഫോളോ ചെയ്യുന്നില്ല പൊളിറ്റിക്സ്. പണം ഓർ സൗഹൃദം? സൗഹൃദം തന്നെയല്ലേ വരുന്നത്. പക്ഷേ അതൊക്കെ പറയാൻ കൊള്ളാം. ആത്യന്തികമായിട്ട് പണം ഇല്ലാതെ പറ്റില്ല, പക്ഷെ സൗഹൃദം, ഒരു പണം കൊടുത്താലും സൗഹൃദം കിട്ടില്ല. സുഹൃത്തിന് സ്നേഹിച്ചാൽ വലിയ സ്നേഹവും ഇല്ല. എനിക്ക് അതുപോലെ കുറെ സുഹൃത്തുക്കളുണ്ട്, അതെന്റെ ശക്തിയാണ്. ചേച്ചിക്ക് പണം ഓർ സൗഹൃദം? എനിക്ക് പറയാൻ നല്ലത് സുഹൃത്തുക്കളാണ്, പക്ഷെ പൈസ അത്യാവശ്യമാണ് ലൈഫില്. ട്രഡീഷണൽ ഓർ വെസ്റ്റേൺ? കൾച്ചർ വെച്ച് അല്ലെങ്കിൽ ഡ്രസ് സ്റ്റൈല്? എനിക്ക് ചേട്ടൻ എല്ലാം ഇടുമെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാം ചേരുകയും ചെയ്യും. അന്ന് പിന്നെ എന്റെ ചോദിച്ചെന്തിനാ? അല്ല, എങ്ങെങ്കിലും ഇരിക്കട്ടെ, എന്തായാലും ഇരിക്കട്ടെ. ഒന്ന് ഒരെണ്ണം കൂടുതൽ ഇഷ്ടം ട്രഡീഷണൽ ആണോ വെസ്റ്റേൺ ആണോ? ഇപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടിരിക്കുന്നത്. എനിക്ക് ട്രഡീഷണൽ ആണ്. വെസ്റ്റേൺ ആണ് ഇഷ്ടം. നൈറ്റ് ലൈഫ് ഓർ ഡേ ലൈഫ്? നൈറ്റ് ലൈഫ്. നൈറ്റ് നൈറ്റ് ഡേ എന്ന്. WCC ഓർ അമ്മ? രണ്ടിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ WCCയിൽ അടുത്ത സുഹൃത്തുക്കളാണ്, അമ്മ തന്നെ ആയിരിക്കും എനിക്ക്. പിന്നെ ഇതായിട്ട് ബന്ധം അല്ല, എങ്കിലും കൂടുതൽ ഞാൻ പറയൂല. അമ്മയെന്ന് പറ. അവളത്ര എന്റെ അമ്മ അല്ലെങ്കിൽ ചിന്നിയുടെ അമ്മ. സിനിമ ഓർ സീരിയൽ? സിനിമ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ആവശ്യത്തിനുള്ള പണി തന്നിട്ടുണ്ട്. ഇനിയൊരു സെഗ്മെന്റ് 2, അതൊരു മിമിക്രി ചലഞ്ചാണ്. ഏറ്റവും കൂടുതൽ ടിനിച്ചേട്ടൻ്റെ കൂശിക്കുന്നത് ഈ മിമിക്രി പറഞ്ഞിട്ടാണ്. അതിൻ്റെ അതായത് ടിനിച്ചേട്ടൻ അതായത് ശബ്ദമില്ലാതെ ഭാവങ്ങൾ കൊണ്ട് മാത്രം ചേച്ചിന് ഒരു 2 കഥാപാത്രം കാണിക്കുക. അത് ചേച്ചി തിരിച്ചറിയുക. ചേച്ചി വന്നത് എന്താണെന്ന് പറയുക. ഞാൻ അതിൽ കൂടെ സങ്കടം വരുന്ന വേറെ പരിപാടി കാണുകയല്ല കേട്ടോ. ആക്ഷൻ മാത്രം കാണിക്കുന്നു. അതായത് ആക്ഷൻ വാ അനക്കാൻ പാടില്ല. ആക്ഷൻ കൊണ്ട് മാത്രം. അതായത് എന്താ, ഈ മമ്മൂട്ടി, മോഹൻലാൽ അങ്ങനെയുള്ളവരൊന്നും വേണ്ട. അങ്ങനെയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇച്ചിരി കൂടി മാനസം കൊണ്ട് മാത്രം തിരിച്ചറിയണം 2 പേരെ. അത് ഞങ്ങൾ പറയല്ല, അത് ചിനിച്ചേട്ടൻ്റെ മനസ്സിൽ കാണുമല്ലോ. ഞങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ ചേച്ചിക്ക് മനസ്സിലാകുന്നുണ്ടോ? ചിലപ്പോൾ ഞങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് ചിനിച്ചേട്ടൻ കാണിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും, ചിലപ്പോൾ ചേച്ചിക്ക് മനസ്സിലാവണമെന്നില്ല. നമുക്ക് നോക്കാം. മമ്മൂട്ടി മോഹൻലാലും കാണിച്ചാൽ ഒക്കെ മനസ്സിലാവില്ല ഞാൻ. പിന്നെയാണിത്. അപ്പം ഏതായിരിക്കും ഒരാളെ, ഏതെങ്കിലും ഒരാളെ? അമ്മേ വിട്ട് ശരിയായില്ല കേട്ടോ. അതല്ലേ ഒരെണ്ണം കൂടി പറയാൻ പറ്റാലോ. ഒരെണ്ണം കൂടി. മുഖം കാണിച്ചാൽ മതിയാ? മോൻ കാണിക്കേ. ഇന്നസെന്റ്. ഒരാളെ ഞാൻ അങ്ങോട്ട് വന്നു കേട്ടെ, കാണിച്ച് ഫലിപ്പിക്കാൻ പറ്റുമോ? ഇറങ്ങോട്ട് പറയാം. ചേച്ചി കേട്ടോന്ന് എനിക്ക് സംശയമുണ്ട്. ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ അത് പേര് കിട്ടുന്നില്ല. അത് ഭയങ്കര പരാജയമാണ് കേട്ടോ. ഹരിയങ്കള്. പേര് കിട്ടാത്തതാ. ധന്യ ഫണ്ടായിരിക്കും ഇത്. ജനങ്ങൾ ഏറ്റെടുക്കുക, ഒരു സംശയം വേണ്ട. ജനങ്ങൾ ഏറ്റെടുക്കുക. ജഗദീഷ് ശ്രീകുമാർ. ആണോ? പിന്നെ ആരാന്ന് വിചാരിച്ചത്? ജഗദീഷ് കുമാർ. അത് ശരിയാ. വേറൊരെണ്ണം കാണിക്കാം. നീ ചെവിയിൽ വന്നിട്ട് പറയാം. വെറുതെ പറഞ്ഞു, ഞാൻ എന്നിട്ട് കാണിക്കാം. ജഗദീഷ്. ഇത് മറ്റേത് എനിക്ക് അറിയാം. ജഗദീഷ് കുമാർ പറയായിരുന്നു ഭയങ്കര പരാജയം. എനിക്ക് അപ്പോഴേ കിട്ടിയതാ. ഞങ്ങള് പറഞ്ഞില്ലല്ലോ അത് കിട്ടിയത് അങ്ങനെ കാണിക്കുമ്പോൾ. അപ്പം ഇത് കഴിഞ്ഞ് ഇത് തന്നെ വിറ്റായിരിക്കും എന്തായാലും. ആ ജഗദീഷ് കുമാറിന്റെ തന്നെ വിറ്റായിരിക്കും അത്. അടുത്തത് അങ്ങോട്ടും പോയി. അങ്ങനെ ഇപ്പൊ ഉണ്ടോ ഫോൺ എടുത്തേക്ക്? ഈ സെഗ്മെന്റിന് വേണ്ടി മാത്രമാ, അല്ലാതെ ഇന്റർവ്യൂയുടെ സമയത്ത് എപ്പോഴെങ്കിലും ഫോൺ എടുക്കും. അല്ല, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. അതായത് ഒരു
നമുക്ക് പോയിന്റ്സ് മനസ്സിലേ പാടുള്ളൂ. അതേ ഉള്ളൂ. ഞാൻ ഒരിക്കലും ഫോൺ എടുക്കും. സവാരിഗിരി എന്ന് പ്രോഗ്രാം ചെയ്തിരുന്നു. അതിലാണ് ഞാൻ ആദ്യം, ഇതൊരു ചാറ്റ് ആയിരിക്കണം, അങ്ങനെ ഒരു രസം കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കുക ഉത്തരം പറയാന്ന് പറയുമ്പോൾ അതിനകത്തൊരു ബോറടിച്ചോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ഞാൻ അന്നൊന്നും ഈ വിക്കിപീഡിയ ഇതൊന്നും ആയിട്ടില്ല. പക്ഷെ ഒരാളെ കുറിച്ച് ഞാൻ ആദ്യം അവരെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവരുടെ നമുക്കല്ലാതെയുള്ള ഇതിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങൾ വെച്ചിട്ട് ഒറ്റയടിക്ക് ഞാൻ പോകുമായിരുന്നു. ഇനി അടുത്തതെന്ന് പറയുന്നത്, ചേച്ചി കണ്ണടച്ചു പിടിക്കണം. സിനിമാ ഡയലോഗുകളല്ലാതെ സാധാരണ സംസാരിക്കുന്ന രീതിയിൽ പ്രശസ്തരായ വ്യക്തികളുടെ ശബ്ദം അനുകരിക്കുന്നു. അതാരാണെന്ന് ചേച്ചി കണ്ടുപിടിക്കണം. ഇത് ടിനിറ്റോം തന്നെയല്ലേ എന്ന് പറയുന്നത്. ആ സെഗ്മെന്റ് ക്യാൻസൽഡ്. അവള് തന്നെ ട്രോളികളാണ്. അത് വേണ്ട, അത് വിട്. വേണ്ട ഒരെണ്ണം പിടിച്ചാലോ? ഏതൊരു ഒരെണ്ണം? അല്ല, ഈ പറയുന്നവർക്ക് നമുക്ക് മറുപടി കൊടുക്കണം. ഒരെണ്ണം ശബ്ദം കണ്ണടച്ചു പിടിക്കണം. ശബ്ദം അനുകരിക്കണം. മാതാവിന്റെ സ്വർണ്ണക്കിരീടം. സുരേഷ് ഗോപി. അല്ല, അത് കറക്റ്റ് അല്ലായിരുന്നു. അതൊന്ന് ഫുള്ള് പൂർത്തീകരിക്കണം. അല്ല, പൂർത്തീകരിക്കണ്ട. അതൊന്ന് പൂർത്തീകരിക്കണം. അല്ല, എനിക്ക് നല്ല കറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി കേട്ടോ. ഇപ്പോഴത്തെ പ്രശ്നം എന്താ അറിയോ? ഞാൻ ഇപ്പൊ മിമിക്രി എന്തായാലും അവരെ ട്രോളിന്നും പറഞ്ഞിട്ടാണ് അടുത്ത ഇഷ്യൂ ഉണ്ടാകുന്നത്. നമ്മളില്ലേ അതേ ഉള്ളൂ. ഇനി അടുത്തത് ഒരു ഫാമിലി റാപ്പിഡ് ഫയറാ. രസകരമായിട്ടുള്ള ഇതാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഉത്തരം പറയണം. രണ്ടുപേരും കൈ പൊക്കുക എന്നുള്ളതാണ്. അത് സഡൻലി ആയിരിക്കണം ആക്ഷൻ ആയിരിക്കണം. അത് നിങ്ങളുടെ തമ്മിലുള്ള ഒരു ബോണ്ട്. അത് ചോദ്യം വരുമ്പോൾ മനസ്സിലാവും. ആരാണ് കൂടുതൽ വീട്ടിൽ തമാശ പറയുന്നത്? നോ ഡൗട്ട്. രണ്ടുപേരും ഒരുമിച്ച് പൊക്കുവാണെങ്കിൽ ഞങ്ങൾ അതിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും കേട്ടോ. തമാശയല്ല, സീരിയസ് ആയിട്ട് ഉണ്ടാക്കും. ആരാണ് വീട്ടിലെ ഡിസിഷൻ മേക്കർ? ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? അംഗീകരിച്ചത്. കൂടുതൽ ദൈവഭയം ഉള്ളത് ആർക്കാണ്? ചേട്ടനാ. ആരാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? എല്ലാം ഞാൻ. ആരാണത് പരിഹരിക്കുന്നത്? അല്ല, കൈ വെക്കണം. ആരാ? ഞാൻ പരിഹരിക്കില്ല. ഞാൻ തന്നെ പരിഹരിക്കുന്നത് ചേട്ടൻ തന്നെയാ. പുറത്തുള്ള പ്രശ്നമല്ലേ ഉദ്ദേശിച്ചത്? അല്ല, പുറത്ത് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാ കൂടുതൽ? വീട്ടില് പ്രശ്നം അത് പരിഹരിക്കുന്നു. അതാണ് ഉദ്ദേശിച്ചത്. ആരാണ് കൂടുതൽ ഇന്റലിജന്റ് രണ്ടുപേരില്? ഒരുമിച്ച് പൊക്കം കൊണ്ട് എനിക്ക് ഭയങ്കര വിശ്വാസം. എന്താ പറയാനുള്ളത്? അഭിപ്രായത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ചില കാര്യത്തിലല്ല, പുള്ളിക്കാരി പറയുന്നത് ഇന്റർനാഷണൽ സംഭവങ്ങളെ ഇതിൽ നിന്നൊക്കെ കണ്ടിട്ടും ഇതുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ മുമ്പിൽ ഞാൻ ഇൻ്റലിജൻ്റ് അല്ല. ഞാൻ നേരിട്ട് കണ്ടതും അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ. ഇത് പോകുന്നത് വേറെ ലെവലിലേക്ക് പോകണത്. ആരാണ് കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്? നോ ഡൗട്ട്. ആർക്കാണ് കൂടുതൽ ദേഷ്യം? എല്ലാം ടിനിച്ചേട്ടാ. എന്തെങ്കിലും ഒരു അവസരം കൊടുക്കുക ചേച്ചിക്ക്. ആർക്കാണ് കൂടുതൽ വാശിയില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. യാത്ര ചെയ്യാൻ കൂടുതൽ ഇഷ്ടമുള്ള ആർക്കാണ്? രണ്ട് സ്ഥലങ്ങളുണ്ട്. ഞാൻ കാടും മേടും, ഇവൾ ടൗണും ബിൽഡിങ്ങും ഷോപ്പിംഗ് മോളും. ഞങ്ങളും അത് തന്നെയാണ്, കാടും മേടിൻ്റെ ആൾക്കാരാ. കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യത ഇല്ല ആർക്കാണ് ഉള്ളത്? എനിക്ക് ചേട്ടൻ തന്നെയാണ്. അപ്പം ഇതിൻ്റെയും അവസാനിച്ചിരിക്കുന്നു, ഈ സെഗ്മെൻറ്റ് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഓർക്കും അവസാനം കഴിഞ്ഞൊന്നും ഇല്ല, ഇനിയും ഉപദ്രവിക്കും. ഒരു ടങ് ട്വിസ്റ്ററും കൂടി ഉണ്ട്. അത് കിടിലൻ സാധനമായിരിക്കും. ഒരു 5 തവണ ചേച്ചി പറയട്ടെ. അത് ചേച്ചിക്ക് കൊടുക്കാം. ഇത്ര നേരം ചേച്ചിക്ക് ഒരു അവസരം എന്തായാലും ചേച്ചി ഒന്ന് ശ്രമിച്ചു നോക്ക്. ശ്രീധർമ്മശാസ്താ ക്ഷേത്രം എന്നൊരു 10 തവണ പറയാൻ പറ്റുമോ? ശ്രീ തന്നെ പറയാൻ പറ്റില്ല. അവൾക്ക് മലയാളം അല്ല, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്ക്. ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. പറയാനുള്ള ധൈര്യം എന്നിട്ട് സമ്മതിക്കുന്നുണ്ടോ? ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. അത് അത്യാവശ്യം റെഡിയായി. ചേച്ചിനെ കൊണ്ട് സാധിക്കാല അല്ലേ? എന്നാ ഒരെണ്ണം കൊണ്ടും കൂടി തരാം.
വടി പുളിയെ കയറി പുളി വടിയെ കയറി. അത് മൊത്തം ഭയങ്കര അതൊന്ന് തീർച്ചയായിട്ടും ശ്രമിച്ചു. അത് ഞങ്ങൾ ഞാൻ പറയട്ടെ, എന്നെ അംഗീകരിക്കുമോ? വടി പുളിയെ കയറി പുളി വടിയെ കയറി വടി പുളിയെ കയറി പുളി വടിയെ കയറി വടി പുളിയെ കയറി പുളി വടിയെ കയറി. നിനക്ക് ഉളുപ്പില്ല, അത് തന്നെ വേണ്ട. അത് നമ്മൾ സ്റ്റേജിൽ മറ്റുള്ളവരെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ച് ചമ്മിട്ടുണ്ടല്ലേ? എന്നാലും ശ്രമിച്ചു നോക്കാം. വേണ്ട, പരാജയപ്പെടുന്ന ഉറപ്പ്. വണ്ടി കുന്ന് കയറി കുന്ന് വണ്ടി കയറി. വേണ്ട, അതും വേണ്ട. എന്നെ വൃത്തിയേടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഈ പരിപാടിയുടെ പേരെന്താണ്? ഫൺ സെഗ്മെന്റ്സ്. ഇവന്റെ പേരെന്താണ്? ഫണ്ണായിക്കോട്ടെ, ഷെബിൻ ഫൺ, ടൺ കണക്കിന് ഫൺ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതും നമ്മുടെ എന്താ അവസാനിച്ചിരിക്കുകയാണ്. ഇനി വളരെ നിങ്ങളുടെ ഒരു രസകരമായിട്ട് ഒരു ചേട്ടൻ അടുത്ത അവസാനത്തിലേക്ക് ഇവനെന്താ വിടാത്ത മടുത്തല്ല പറഞ്ഞിട്ട് തീർന്നു. 2 സെഗ്മെന്റ് കൂടി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അതായത് ഒരു ചിത്രത്തിന്റെ പേര് ചേച്ചിക്കും പറയും, ഒരു ചിത്രത്തിന്റെ പേര് അത് അഭിനയിച്ച് കാണിക്കുക. അത് നിങ്ങളുടെ ആ ബോണ്ടിങ് തന്നെ പിന്നെയും അറിയിക്കാൻ വേണ്ടിയാണ്. അല്ല, ഇത് അഭിനയിച്ച് കാണിക്കുക എന്നുള്ള വാനക്കാൻ പാടില്ല. സിനിമയുടെ പേരല്ലേ? ആ സിനിമയുടെ പേര് തന്നെയാ. അതിന്റെ പേര് ഫ്രഷ് ഐറ്റം ഉള്ളത്, ഏറ്റവും ഫ്രഷ്. പക്ഷെ ഇത് കൂടെ കാണാൻ സത്യമായിട്ട് ഈ വിവാദം അല്ലെങ്കിൽ പിന്നെ ഇത് കൂട്ട് കാണാൻ ആൾക്കാർക്ക് ഇഷ്ടം. അതാണ് സംഭവം. ഏറ്റവും വ്യൂസ് കിട്ടുന്നത് ഇത് കൂട്ട് സാധനങ്ങൾക്കാണ്. അപ്പം എടാ ഞാൻ നിനക്ക് പറയാം, ചേച്ചിയോടൊന്ന് പറയാമോ? ഇത് കൂട്ട് കേട്ടല്ലോ? കേട്ടില്ല. സത്യം പറ കേട്ട് ഇല്ല. എന്നാ അത് ഇനി വാടച്ച് അത് കാണിക്കണം. സിനിമയാണ്. ഞാനുണ്ട് പ്രാഞ്ചേട്ടൻ വണ്ടി ഓടിക്കുന്നത് മാത്രമേ. അതെന്നെ പരിപാടി ചിരിച്ചേട്ട. അത് ഇച്ചിരി പാട് വേണം കേട്ടോ ചേട്ടാ. അത് കുറച്ച് പാട് പേടും, ഒരു സംശയം വേണ്ട അടുത്ത്. മമ്മൂട്ടി വാനക്കാൻ പാടില്ല. ചെറിയത് കുഞ്ഞ് മോഹൻലാൽ ചെറുത്. ആ ഞാൻ ഇവിടെ ഉപദ്രവിക്കുക. അതൊക്കെ ചോദിച്ചു ചേച്ചിക്ക് മനസ്സിലാക്കാം കേട്ടോ. വാ തുറക്കാൻ പാടില്ല. ഇടത്തരം കുഞ്ഞ് വാവ ബേബി ചെറുത് കുഞ്ഞു പാവയ്ക്കുന്നല്ലോ. ചെറിയ സിനിമയുടെ പേരാണോ? നശിപ്പിക്കുമെന്ന്. എത്ര വേർഡ്സ് ഉണ്ട് സിനിമയുടെ പേര്? ഓ ബേബി, മൈ ബേബി, അങ്ങനെ നല്ല സിനിമ. 2 വേർഡ്സ്. ഫസ്റ്റ് വേർഡ് ടിനിയുടെ ചെറുപ്പം, മോഹൻലാലിന്റെ ചെറുപ്പം. ഇച്ചിരി ബുദ്ധിമുട്ടിയാൽ നമുക്ക് വിജയിപ്പിക്കാം. ചേച്ചി വിജയിപ്പിച്ചിട്ടില്ല ഈസി ആയിട്ട്. അതുപോലെ വേണമെങ്കിൽ ഒന്ന് ആലോചിച്ചാ. ഇവക്കെ സിനിമകൾ മനസ്സിലാവില്ല പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വിഷയം ഉണ്ടോ? എന്നാ ചെറുത് വേറെ അത് ചോട്ടാ മുംബൈ ആയിരുന്നു. അത് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് ചെറുത് തുറന്നു തരാം. അതാണ് ചെറുത് തുറന്നു തരാം. അത് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര പരാജയമാണ്. അല്ല ഇവക്ക് അറിയില്ല, വളരെ കുറച്ച് അറിയാൻ പാടില്ല. എങ്കിലും ശ്രമിച്ചു. എന്റെ സിനിമകൾ തന്നെ കൃത്യമായിട്ട് അറിയാൻ പാടില്ല. എന്നാലും അതല്ല ഏറ്റവും പറ്റി. ഇങ്ങനെ കാണിച്ചപ്പോ നീ എനിക്കിട്ട് പണിതാണല്ലോ. പെട്ടെന്ന് പറയണോല്ലോ. അടിച്ചപ്പോ പെട്ടെന്ന് ഇങ്ങനെ അടിച്ചപ്പോ മമ്മൂട്ടി വന്നത്. മമ്മൂക്ക 2 പേരുണ്ട്. സിനിമയുടെ പേരുണ്ട്. ഒരുമിച്ച് അഭിനയിച്ച പടം, ഡ്യൂപ്പായിട്ട് ചെയ്ത പടം. ആ പടത്തിന്റെ പേര് രാജമാണിക്യം. ഫസ്റ്റ് പാലേരി മാണിക്യം ഉണ്ട് ഡ്യൂപ്പായിട്ട്. പിന്നെ ഒരു സർക്കസിന്റെ പടം ഉണ്ടായിരുന്നു, അതിന് മുമ്പുണ്ട്. കുറെ ഒരു ഫോട്ടോ ഭയങ്കര വൈറലായിട്ടുണ്ട്. അത് ആ പടത്തിലെയാ. അത്രയും ക്ലൂ എന്നിട്ട് മനസ്സിലായില്ലേ? ഒരു ഫോട്ടോ ഭയങ്കര, അതായത് ചേട്ടനും ആ സെയിം കോസ്റ്റ്യൂമിൽ തന്നെ മമ്മൂക്കായി നിൽക്കുന്ന ഒരു ഫോട്ടോ. വൈറ്റ് ഷർട്ട് ഒന്നും അല്ല. ഓ ആ സിനിമയുടെ പേരൊന്നും എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. പിന്നെ രാജമണിക്ക്
രാജമണിക്ക് ഇവിടെ ഡ്യൂപ്പ്. അതല്ല, അങ്ങനത്തെ എന്തോ ഒരു പേരുള്ളൊരു പടമുണ്ട് മമ്മൂക്കന്റെ. പെട്ടെന്ന് അണ്ണൻ തമ്പി. ആ അത് തന്നെ. അമ്മ തമ്പിൽ ആ ഫോട്ടോ ഏറ്റവും വയല്. അത് നമുക്ക് അവസാനിച്ചു, ഇത്രേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു. എന്നാ പൊക്കോട്ടെ. ഇങ്ങനെ ഇരുന്നാല്. ഓ ശരി എന്നാ പൊക്കോട്ടെ.